അഭിനയകല ആയുധമാക്കി ലഹരിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടം വർഷങ്ങളായി തുടരുകയാണ് പാവറട്ടി സ്വദേശിയായ ഈ നാടക സിനിമ പ്രവർത്തകൻ. വിദ്യാർത്ഥികളെയും യുവതലമുറയെയും കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെയാണ് മാത്യൂസ് പാവറട്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. ചതിച്ചു കൊന്നതാ, മയക്കമരുന്ന് കൊടുത്ത് മയക്കി മാനം കെടുത്തി കൊന്നു എന്റെ മോളെ. നിർമ്മാണ തൊഴിലാളിയായ മാത്യൂസ് ജോലികൾക്കിടയിൽ സമയം കണ്ടെത്തിയാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അപൂർവമായി മാത്രമാണ് ലഹരി സംബന്ധിച്ച വാർത്തകൾ കേട്ടിരുന്നതെങ്കിൽ ഇന്ന് ലഹരിക്കടത്തും ലഹരിയുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളും ഇല്ലാത്ത ദിവസം ഇല്ലെന്നായി. ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയിൽ ലഹരി എന്ന മഹാവിപത്തിനെതിരെ പ്രതികരിക്കേണ്ടത് തൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന ബോധ്യമാണ് ബോധവൽക്കരണ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ കാരണമെന്ന് മാത്യൂസ് പാവറട്ടി പറഞ്ഞു. അപ്പൊ ഈ നാടക കലയെ ആയുധമാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ ലഹരിക്കെതിരെ ഇറങ്ങാൻ കാരണം, പക്ഷെ ഇന്ന് നമ്മളുടെ വീടുകളിലേക്ക്, ഓരോ വീടുകളുടെ പടിവാതിലേക്കും ഈ ലഹരി എത്തുകയാണ്. മാത്രമല്ല നമ്മളുടെ മക്കളൊക്കെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ മാഫിയ ഒരുമ്പിട്ട് ഇറങ്ങിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്ത മുഖങ്ങൾ നമ്മൾ കാണുന്നത്. നടൻ ശിവജി ഗുരുവായൂർ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ദുരന്ത ഭൂമിയിൽ എന്ന നാടകമാണ് കനിവ് ആർട്സ് ആൻഡ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും പൊതുവേദികളിലുമായി അവതരിപ്പിക്കുന്നത്. ലഹരിയുടെ കെണിയിൽ അറിയാതെ അകപ്പെട്ടുപോയ മകളുടെ വേർപാടും അതുമൂലം ബാലൻ മാഷയുടെ ജീവിതത്തിലെ വേദനകളുമാണ് ഈ ദുരന്ത ഭൂമിയിൽ എന്ന നാടകം പങ്കുവയ്ക്കുന്നത്. ഈ ലഹരിയുടെ മാഫിയ, ആഗോള കച്ചവടത്തിന്റെ ലഹരി മാഫിയ നമ്മുടെ മക്കളുടെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം. ദൈവം തന്ന ഈ കണ്ണ് പോരാ അത് കാണാൻ, ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. മെൽബിന മാത്യൂസ് മകളുടെ ശബ്ദ സാന്നിധ്യമായി നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമായി ആദ്യം രംഗത്തിറങ്ങുമ്പോൾ പലപ്പോഴും വിമർശനങ്ങളും ഭീഷണികളും ഉയർന്നു വന്നിരുന്നുവെന്നും ഭാര്യ പ്രിൻസിയും കുടുംബവും നൽകിയ പിന്തുണയും പ്രോത്സാഹനങ്ങളുമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകർന്നതെന്നും മാത്യൂസ് പാവറട്ടി പറഞ്ഞു. നമ്മളുടെ കുടുംബം ഇതിന് സപ്പോർട്ടാണ്. നമ്മുടെ ഭാര്യ ആയാലും മക്കളായാലും. ഇതിൽ എൻ്റെ മകള്, ഈ പെൺകുട്ടിയുടെ ശബ്ദം ഈ നാടകത്തിൽ കൊടുത്തിട്ടുള്ളത് മെൽബിനെയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ നാടകത്തിൻ്റെ ടീം, ശിവജേട്ടൻ ഉൾപ്പെടെയുള്ള ഈ നാടകത്തിൻ്റെ സംഘം ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ദുരുപയോഗത്തിനെതിരെയും എയ്ഡ്സിനെതിരെയും ഒട്ടേറെ ഒറ്റയാൾ ബോധവൽക്കരണ നാടകങ്ങൾ മാത്യൂസ് പാവറട്ടി അവതരിപ്പിച്ചു വരുന്നുണ്ട്. ഒട്ടേറെ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ മാത്യൂസ് പാവറട്ടി ചെയ്തു വരുന്നുണ്ട്. TCV ന്യൂസ്, പാവറട്ടി.